കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലിപ്പിഡ് പ്രൊഫൈൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് കൊളസ്ട്രോളിൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പല ആളുകളും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് ട്രൈഗ്ലിസറൈഡ്. പക്ഷെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് കഴിഞ്ഞ ഒരു വർഷം ഒക്കെ ആയിട്ട് പല ആളുകളും ട്രൈഗ്ലിസറൈഡിനെ കുറിച്ച് ശ്രദ്ധിക്കാറുണ്ട്. അത് എങ്ങനെ കുറയ്ക്കാമെന്നുള്ളത് അവർ ചോദിക്കാറുണ്ട്. നിങ്ങൾ മനസ്സിലാക്കാൻ വളരെ ഈസി ആയിട്ട് ഞാൻ പറയാം. പ്രമേഹം വരുന്നതിന് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അത് തടയാൻ നമുക്ക് കഴിയും. അപ്പോൾ പ്രമേഹവും ഫാറ്റി ലിവറുമായിട്ട് കൊളസ്ട്രോൾ എന്ത് ബന്ധമുണ്ടെന്ന് നമുക്ക് ചിന്തിക്കാം. ഇതെല്ലാം കണക്റ്റഡാണ്. ഹൃദയാഘാതമാണെങ്കിലും സ്ട്രോക്ക് ആണെങ്കിലും കൊളസ്ട്രോൾ ആണെങ്കിലും പ്രമേഹമാണെങ്കിലും അമിത രക്തസമ്മർദ്ദമാണ്, എല്ലാം കണക്റ്റഡാണ്. ഒരു ചീട്ട് കൊട്ടാരം തകരുമ്പം അതിൻ്റെ കൂടെ 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 വരുന്നതാണ്. ഈ ട്രൈഗ്ലിസറൈഡിനെ കുറിച്ച് നമ്മളിന്ന് വ്യക്തമായിട്ട് പറയാം. കാരണം റിപ്പോർട്ടിൽ പല ആളുകളും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ്. ട്രൈഗ്ലിസറൈഡ് കൂടി നിന്നാൽ നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാറില്ല, അല്ലെങ്കിൽ ട്രൈഗ്ലിസറൈഡ് മാത്രം കുറയ്ക്കാനായിട്ട് നമുക്ക് നോക്കും. അപ്പോൾ ട്രൈഗ്ലിസറൈഡ് കൂടിയിട്ടുണ്ട്, ഭക്ഷണം ശ്രദ്ധിക്കണമെന്നാണ് പല ആളുകളും ശ്രദ്ധിക്കുന്നത്. അത് മാത്രം പോരാ, കുറച്ച് കാര്യങ്ങളൂടെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ട്രൈഗ്ലിസറൈഡും കുറയ്ക്കാം, കൊളസ്ട്രോൾ ഭാവിയിൽ ഉണ്ടാവുന്നതും തടയാം, പ്രമേഹവും തടയാം, പല അസുഖങ്ങളും നമുക്ക് തടയാൻ പറ്റും. ഇത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അത്ര പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ്. ഞാൻ ഇതിൻ്റെ അകത്തൊരു എഫക്റ്റീവ് ടിപ്പും കൂടെ പറയുന്നുണ്ട്. നമുക്ക് കുറച്ചും കൂടെ വേഗത്തിൽ നമുക്ക് ട്രൈഗ്ലിസറൈഡിൻ്റെ ഒരു റേഷ്യോ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. ശരീരത്തിനുള്ളിൽ എന്താണ് സാധാരണ നടക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ ട്രൈഗ്ലിസറൈഡ് ഇങ്ങനെ കൂടി നിൽക്കുന്നത്? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഇത് അപകടകരമാണെന്ന് പറയുന്നത്? പല ഡോക്ടേഴ്സും പറയും ട്രൈഗ്ലിസറൈഡ് നോക്കണ്ട, ടോട്ടൽ കൊളസ്ട്രോൾ മാത്രം നോക്കിയാൽ മതി എന്ന് പറയുന്ന ഡോക്ടേഴ്സ് ഇപ്പോഴും ഉണ്ട്. അത് ശരിയല്ല. ശരിക്കും ട്രൈഗ്ലിസറൈഡ് കൂടുന്നത് ആദ്യത്തെ സൂചനയാണെന്ന് പറയാം. ഓക്കെ, ഇപ്പം നമ്മൾ ആദ്യം ശരീരത്തിൽ എന്താണ് സംഭവിക്കുന്നുള്ളത് പറയാം. പലരും കരുതുന്നത് ട്രൈഗ്ലിസറൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണ കൂടുതലായി കഴിച്ചത് കൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ കൂടുന്നതാണ് ഇപ്പോഴും ചിന്തിക്കുന്നത്. കാരണം ലിപ്പിഡ് പ്രൊഫൈൽ കൊളസ്ട്രോളിൻ്റെ ഒരു റിസൾട്ടാണ്. വളരെയധികം ആളുകൾ ട്രൈഗ്ലിസറൈഡ് കൂടാനുള്ള ഏറ്റവും വലിയൊരു കാരണമായിട്ട് എണ്ണയായിട്ടാണ് കണക്കാക്കുന്നത്. ശരിക്കും അതല്ല. പഞ്ചസാരയും അമിത കാർബോഹൈഡ്രേറ്റും അല്ലെങ്കിൽ അരി ആഹാരവുമാണ് ഈ ട്രൈഗ്ലിസറൈഡ് കൂടാനുള്ള കാരണം. പക്ഷെ പലരും പറയുന്നത് ഞാൻ മധുരം കഴിക്കാറില്ലല്ലോ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ദിവസം 3 നേരം നിങ്ങൾ വെളുത്ത ചോറല്ലേ കഴിക്കുന്നത്? രാവിലെ ബ്രെഡാണോ കഴിക്കുന്നത്? ഇടയ്ക്ക് കഴിക്കുന്നത് ബിസ്ക്കറ്റാണോ? വൈകുന്നേരം ചായയും പലഹാരവും, മധുരമിട്ട ചായ. രാത്രി വീണ്ടും ചോറാവാം, ചപ്പാത്തിയാവാം, അല്ലെ എന്തെങ്കിലും അരിയാഹാരം തന്നെ ആയിരിക്കും, അപ്പം ആയിരിക്കും, അല്ലേ? അപ്പം ഇതെല്ലാം ഗ്ലൂക്കോസ് ആയിട്ടാണ് മാറുന്നത്. അപ്പം ശരീരത്തിന് അത്രയും ഊർജം ശരിക്കും ആവശ്യമില്ല. പണ്ടത്തെ ആളുകൾക്ക് നല്ല പണി എടുക്കുന്നുണ്ടായിരുന്നു പുറത്തൊക്കെ പോയി. അത്രയും വന്നാലും കഴിച്ചാലും പ്രശ്നമില്ല. പക്ഷെ നമ്മളിപ്പോൾ ഫുൾ ടൈം ഇരിപ്പാണ്. അപ്പം ട്രൈഗ്ലിസറൈഡ് രൂപത്തിലോട്ട് ഇത് മാറും. ഈ ട്രൈഗ്ലിസറൈഡ് വളരെ പതുക്കെ പതുക്കെ കൂടി നിന്ന് അത് പല പ്രശ്നവും ഉണ്ടാവും. അപ്പോൾ അതൊരു കൊഴുപ്പിൻ്റെ മാത്രം പ്രശ്നമല്ല, ഇത് അമിത പഞ്ചസാരയുടെ ഒരു സ്റ്റോറേജ് രൂപമാണ് ട്രൈഗ്ലിസറൈഡ് എന്ന് മനസ്സിലാക്കുക. ഇനി ഞാൻ വേറൊരു ചോദ്യം ചോദിക്കാം. ഒരു ലാബ് റിപ്പോർട്ട് കിട്ടുന്ന സമയത്ത് നമ്മൾ ആദ്യം നോക്കുന്നത് എന്താണ്? പ്രത്യേകിച്ച് ഒരു ലിപ്പിഡ് പ്രൊഫൈൽ കാണുമ്പോൾ LDL അല്ലേ, ചീത്ത കൊളസ്ട്രോൾ ആണ് മിക്ക ആളുകളും നോക്കുന്നത്, അല്ലെങ്കിൽ ടോട്ടൽ കൊളസ്ട്രോൾ ആണ് മിക്ക ആളുകളും നോക്കുന്നത്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് നോക്കേണ്ടത് ട്രൈഗ്ലിസറൈഡ് ആണ്. അത് പലപ്പോഴും LDLനേക്കാളും കൂടുതൽ വിവരങ്ങൾ നമുക്ക് നൽകാനായിട്ട് കഴിയും. ഓക്കെ, ഇപ്പോൾ ട്രൈഗ്ലിസറൈഡ് ഡിവൈഡഡ് ബൈ HDL റേഷ്യോ എന്നുള്ള റേഷ്യോ ഉണ്ട്. ഈ റേഷ്യോ എന്തുകൊണ്ടാണ് ഇത്ര പ്രധാനമാണെന്ന് നിങ്ങൾക്ക് അറിയൂ? ഈ റേഷ്യോ വെച്ച് നമുക്ക് പല കാര്യങ്ങളും നേരത്തെ നമ്മുടെ ആരോഗ്യത്തിനെ കുറിച്ച് അറിയാനായിട്ട് പറ്റും. ഇൻസുലിൻ റെസിസ്റ്റൻസ് തുടങ്ങുന്നതിന് വളരെ നേരത്തെ തന്നെ നമുക്കിത് തിരിച്ചറിയാനായിട്ട് പറ്റുന്ന ഒരു മാർക്കറായിട്ട് ഇപ്പോൾ പല ഡോക്ടേഴ്സും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എന്താണെന്നുള്ളത് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം. ഒരു വീട്ടിൽ താക്കോൽ ഉപയോഗിച്ച് വാതിൽ തുറക്കുന്നത് പോലെയാണ് ഇൻസുലിൻ. ഓക്കെ, ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മുടെ രക്തത്തിൽ പഞ്ചസാര സ്വാഭാവികമായിട്ട് കൂടും. അത് കോശത്തിനുള്ളിലേക്ക് കടക്കാനായിട്ട് ഇൻസുലിൻ സഹായിക്കും, അല്ലേ? ശരിയല്ലേ? പക്ഷെ വർഷങ്ങളോളം അമിത പഞ്ചസാരയും അതുപോലെ അമിത കലോറിയും നമ്മുടെ ശരീരത്തിലേക്ക് കയറിക്കൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കോശങ്ങൾ ഇൻസുലിൻ്റെ വാക്ക് കേൾക്കാതാവും, അതായത് ഇൻസുലിനെ റിസീവ് ചെയ്യാതിരിക്കും. ഇതിനെയാണ് നമ്മൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ശരീരം എന്ത് ചെയ്യും? ശരീരം ഈ കൂടുതൽ ഇൻസുലിൻ ആദ്യം ഉൽപ്പാദിപ്പിക്കും. അപ്പോൾ ഇൻസുലിൻ ഇങ്ങനെ കറങ്ങി നടക്കും. കൂടാതെ ഇൻസുലിൻ വീണ്ടും കൂടുതൽ കൊഴുപ്പ് സംഭരിക്കാനായിട്ട് തുടങ്ങും. അങ്ങനെയാണ് ട്രൈഗ്ലിസറൈഡ് ഉണ്ടാകുന്നത്. അപ്പോൾ അത് നേരത്തെ തിരിച്ചറിയാൻ പറ്റും. വയറിന് ചുറ്റുമുള്ള കൊഴുപ്പ് കൂടും. വിസറൽ ഫാറ്റ്, അതായത് ഓരോ ഓർഗൻസിന് ചുറ്റുമുള്ള ഫാറ്റി ലിവർ പോലുള്ള പ്രശ്നങ്ങൾ ആദ്യമേ സ്റ്റാർട്ട് ചെയ്യും. ഒരു ദിവസം റിപ്പോർട്ടിൽ എഴുതിയിരിക്കുമ്പോൾ ട്രൈഗ്ലിസറൈഡ് കൂടുതൽ കണ്ടു കഴിഞ്ഞാൽ അതിനർത്ഥം നിങ്ങൾ ഫാറ്റി ലിവറിലോട്ട് പോയി കഴിഞ്ഞു, നിങ്ങൾ പ്രമേഹത്തിലോട്ട് കടന്നു കഴിഞ്ഞു, ആ ബസ്സിൽ കയറി കഴിഞ്ഞു, പ്രീ ഡയബറ്റിക് ആയി കഴിഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പം നേരത്തെ തിരിച്ചറിയാൻ പറ്റും. നിങ്ങൾ ഡയബറ്റീസ് ആവും ഉടനെ. അതിനുശേഷം ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവും. രക്തസമ്മർദ്ദം കൂടും, ഹാർട്ട് അറ്റാക്ക് വരാം, സ്ട്രോക്ക് ഉണ്ടാവാം, പല പ്രശ്നങ്ങളും തുടക്കം അവിടുന്നാണ്. അപ്പോൾ ട്രൈഗ്ലിസറൈഡ് നമ്മൾ കൂടാതെ നോക്കണം. അതുപോലെ ട്രൈഗ്ലിസറൈഡ് ബൈ HDL റേഷ്യോ എത്രയാണെന്നുള്ളതും പറയാം. ഇപ്പം പ്രമേഹമായാലും ഇതുപോലുള്ള അസുഖങ്ങളൊന്നും ഒറ്റ ദിവസം കൊണ്ട് വരുന്നതല്ല. വർഷങ്ങൾക്ക് മുമ്പേ നമ്മൾ വിതയ്ക്കുന്ന വിത്തുകൾ ഈ സമയത്ത് ഒരു മരമായിട്ട് വരികയാണ്. നമ്മളത് ശ്രദ്ധിച്ചില്ല. അവൻ ആദ്യത്തെ സൂചനയാണ് ട്രൈഗ്ലിസറൈഡ്. ഇനി HDL എന്താണെന്ന് നമ്മളെ പറയാം. HDL എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല കൊളസ്ട്രോൾ, അതായത് ശരീരത്തിന്റെ ക്ലീനിങ് ടീമാണെന്ന് വേണമെങ്കിൽ പറയാം. മോഷൻ ടീമാണ് ട്രൈഗ്ലിസറൈഡ്. രക്തക്കുഴലുകളിൽ അടിഞ്ഞിരിക്കുന്ന
ഒരു കൊഴുപ്പിനെയൊക്കെ കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യാനൊക്കെ HDL ഹെൽപ്പ് ചെയ്യും. അതാണ് നല്ല കൊളസ്ട്രോൾ. അപ്പോൾ HDL നല്ലതായാൽ നമുക്ക് നല്ലതാണ്. ഇപ്പൊ ട്രൈഗ്ലിസറൈഡ് കൂടുകയും HDL കുറയുകയും ചെയ്താൽ അതിനർത്ഥം എന്താണ്? അത് വളരെ നല്ല കോമ്പിനേഷൻ അല്ല. അതുകൊണ്ടാണ് ഈ റേഷ്യോ നിർബന്ധമായിട്ട് നോക്കണമെന്ന് പറയുന്നത്. ഒരു ഉദാഹരണത്തിന് നമ്മൾ ഒരാളുടെ ഒരു ട്രൈഗ്ലിസറൈഡ് 90 ആണെന്ന് കരുതുക, HDL 60 ആണെന്ന് കരുതുക. റേഷ്യോ നോക്കുമ്പോൾ 1.5 ആണ്. ഇത് വളരെ നല്ലൊരു സ്കോറാണെന്ന് പറയാം. ഇനി മറ്റൊരാളുടെ ട്രൈഗ്ലിസറൈഡ് 180 ആണ്, HDL 35 ഉള്ളൂ. ഇപ്പോൾ റേഷ്യോ എത്രയാ? 5ന് മുകളിലായി. അത് നല്ലതല്ല. ഈ വ്യക്തിയുടെ ശരീരം ഒരു മുന്നറിയിപ്പ് ഇപ്പം നൽകുകയാണ്, അതായത് പ്രശ്നം തുടങ്ങാം, എൻ്റെ മെറ്റബോളിസം ശരിയായി നടക്കുന്നില്ല എന്നുള്ളത് ക്ലിയർ ആയിട്ടോടെ മനസ്സിലാവും. ഇങ്ങനെ നമ്മൾ നേരത്തെ കണ്ടെത്തണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇപ്പം റിപ്പോർട്ടുകൾ ശരിക്കും നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുന്ന രീതി തെറ്റാണ്. ഇനിയെങ്കിലും നിങ്ങൾ പണ്ട് ചെയ്ത റിപ്പോർട്ടിൽ നിന്ന് എടുത്ത് നോക്കി, നിങ്ങൾ ട്രൈഗ്ലിസറൈഡ് എത്ര ഉണ്ടെന്ന് നോക്കി, എന്നിട്ട് HDL കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റേഷ്യോ നോക്കുക. അത് വളരെ കൂടുതലാണെങ്കിൽ അത് നല്ലതല്ല. നമുക്ക് മെറ്റബോളിസം പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം തന്നെ നമ്മൾ 5M മെത്തേഡിലോട്ട് പോകണം. ഞാൻ 5M മെത്തേഡ് ഡീറ്റെയിൽ ആയിട്ട് 2 വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഏകദേശം ഇപ്പോൾ ഒരു കഴിഞ്ഞ ഒരു 4-5 മാസമായിട്ട് ഒത്തിരി പേഷ്യൻസ് നമുക്കുണ്ട് 5M മെത്തേഡ് ഫോളോ ചെയ്യുന്നുണ്ട്. പല ആളുകൾക്കും പ്രമേഹവും ഫാറ്റി ലിവറും കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും ഒക്കെ കുറയ്ക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ 6-7 വർഷമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും കഴിഞ്ഞ ഒരു 3 മാസമായിട്ടാണ് നമ്മൾ ആക്റ്റീവായിട്ട് ആളുകളെ കൊണ്ട് കൂടുതലും ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ശരിക്കും നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ വളരെ വിശദമായിട്ട് ആദ്യം ആ വാല്യൂ കണ്ടെത്തുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ 5M മെത്തേഡ് ചെയ്യുക. എന്താണ് 5M മെത്തേഡ്? 5M മെത്തേഡിന് ആദ്യത്തെ M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവ് യുവർ ബോഡി എന്നുള്ളതാണ്. നമ്മുടെ ശരീരം ചലിപ്പിക്കണം. നമ്മൾ ഫുൾ ടൈം ഇരിപ്പാണ് അല്ലേ? എവിടെയെങ്കിലും ഇരുന്നാൽ അവിടെ തന്നെ ഇരിക്കും. നമ്മൾ എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പോവില്ല. ശരീരം ചലിപ്പിക്കുക. ശരീരം ചലിപ്പിക്കാൻ പല പല മെത്തേഡുകളുണ്ട്. ഏകദേശം 5 മെത്തേഡുകളുണ്ട്. നമ്മൾ നടക്കുന്നതിനോടൊപ്പം വേറെയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ മെത്തേഡുകൾ എല്ലാ ദിവസവും നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ സ്റ്റാഫ് സ്ഥിരമായിട്ട് ചോദിക്കുകയും എൻ്റെ മാർഗനിർദ്ദേശങ്ങൾ കറക്റ്റായിട്ട് പറയുകയും ചെയ്യും. ഇനി അഥവാ നിങ്ങൾക്ക് മുട്ടുവേദന ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള വ്യായാമങ്ങളും പറയും. ഇതാണ് 5M മെത്തേഡിൻ്റെ ആദ്യത്തെ M. രണ്ടാമത്തെ M എന്ന് പറഞ്ഞാൽ മീൽ കൺട്രോളാണ്. നമ്മുടെ ആഹാരത്തിൽ നിന്നാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. 70% പ്രശ്നങ്ങളും ആഹാരത്തിൽ നിന്ന് തന്നെയാണ് വരുന്നത്. മിക്ക ഈ പറഞ്ഞ എല്ലാ അസുഖവും. അപ്പോൾ നമ്മൾ ആഹാരം കറക്റ്റ് ചെയ്യണം. നമ്മൾ കഴിക്കേണ്ട രീതിയുണ്ട്, ഓർഡറുണ്ട്, അതാണ് അതിൽ എങ്ങനെ കഴിക്കണമെന്നുണ്ട്. അതെല്ലാം ശരിയാക്കുമ്പോൾ തന്നെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആഹാരം തന്നെ കഴിക്കാം, പക്ഷെ അളവിലും ചെറിയ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് വയറിന് ചുറ്റുമുള്ള വണ്ണം കുറയ്ക്കാം, അതുപോലെ മൊത്തമായിട്ടുള്ള വണ്ണം കുറച്ച് ഹെൽത്തി ആയിട്ട് എങ്ങനെ മാറാമെന്നുള്ളത് വ്യക്തമായി പഠിപ്പിക്കുകയാണ് നമ്മൾ 5M മെത്തേഡിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പ്. കാരണം ഇത് രണ്ടും ചെയ്തിട്ടേ മൂന്നാമത് പോയിട്ട് കാര്യമുള്ളൂ. ശരീരം ചലിപ്പിച്ച് ശരീരത്തിൻ്റെ മെറ്റബോളിസം കറക്റ്റ് ചെയ്ത് അതുപോലെ നമ്മുടെ എല്ലാ രക്തക്കുഴലുകൾക്കും നല്ലവണ്ണം ബ്ലഡ് ഫ്ലോ കിട്ടി നമ്മുടെ മസിൽസ് എല്ലാം ഒന്ന് അഴിഞ്ഞതിന് ശേഷം വേണം മൂന്നാമത്തെ ഒരു മോഡ്യൂളിലോട്ട് എത്താൻ. മൂന്നാമത്തെ മോഡ്യൂൾ നമ്മൾ പഠിപ്പിക്കുന്നത് പ്രധാനമായിട്ടും സ്ട്രെങ്ത് ട്രെയിനിങ് ആണ്, നമ്മുടെ മസിൽ ട്രെയിനിങ് ആണ്. മസിൽസിനെ നമ്മൾ ശക്തിപ്പെടുത്തുകയാണ്. മസിൽസിനെ ശക്തിപ്പെടുത്തി കഴിഞ്ഞുള്ള ഗുണം എന്താ അറിയോ? നമ്മുടെ ഗ്ലൂക്കോസ് അത് എടുത്തോളും. അതിന് ഗ്ലൂക്കോസിന് എനർജി വേണം. അപ്പം മസിൽ സ്ട്രോങ് ആണെങ്കിൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് ഗ്ലൂക്കോസ് എല്ലാം അത് എടുത്തോളും. നമ്മുടെ രക്തത്തിൽ ഇങ്ങനെ കറങ്ങി കിടക്കില്ല. ഈ പറഞ്ഞ ട്രൈഗ്ലിസറൈഡ് കൂടുകയോ മന പ്രശ്നങ്ങളോ ഉണ്ടാകില്ല. അപ്പോൾ അതും പ്രധാനപ്പെട്ട കാര്യമാണ്. അടുത്ത ഒരു 5M മെത്തേഡിൻ്റെ നാലാമത്തെ നമ്മൾ മെറ്റബോളിസം തന്നെ ശരിയാക്കണം. മെറ്റബോളിസം ശരിയാക്കാൻ നമ്മൾ ഉറക്കം മുതൽ പല കാര്യങ്ങളും ശരിയാക്കണം. നമ്മുടെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ബയോളജിക്കൽ സൈക്കിൾ ഉണ്ട്. ആ സൈക്കിൾ നമ്മൾ ശരിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം മെറ്റബോളിസം ശരിയാക്കാതെ ഇത് മൂന്നും ചെയ്തിട്ട് കാര്യമില്ല. മെറ്റബോളിസം കറക്റ്റ് ചെയ്യാനായിട്ടുള്ള 5 മെത്തേഡ്സ് ഉണ്ട്. ആ 5 മെത്തേഡ്സും വളരെ സാവധാനത്തോളം നിങ്ങളടുത്ത് പറഞ്ഞു തരും. പതുക്കെ എല്ലാം കൂടെ ഒരുമിച്ച് പറഞ്ഞാൽ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ചെയ്യുന്ന ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒരു ടെക്നിക്ക് പറഞ്ഞാൽ അത് 3 ദിവസം ഫോളോ ചെയ്യണം. അടുത്ത 4ാമത്തെ ദിവസമാണ് അടുത്ത ടെക്നിക്ക് പറയുന്നത്. അതുവരെ ഇത് കണ്ടിന്യൂസ് ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴേ റിസൾട്ട് ഉണ്ടാവുള്ളൂ. ആൾക്കാരുടെ ഫീഡ്ബാക്ക് ഒന്ന് കേട്ട് നോക്കുക. അപ്പോൾ മനസ്സിലാവും എന്തുമാത്രം എഫക്റ്റീവ് ആണെന്നുള്ളത്. മൊഡ്യൂൾ 1 കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. മൊഡ്യൂൾ 2 ഫോളോ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഭയങ്കര മാറ്റം ഫീലാവുന്നത്. നന്നായിട്ട് ഹെവിനെസ് ഒക്കെ പോയിട്ടുണ്ട്. നമുക്ക് റേസിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. വെയിറ്റൊക്കെ കുറച്ച് റെഡ്യൂസ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. First they said you have to eat protein. So protein നമ്മൾ കുറേ വീഡിയോയിൽ കേൾക്കാറുണ്ട്. ഞങ്ങൾ വെജിറ്റേറിയൻ ആണ്. സോ പ്രോട്ടീൻ വി ട്രൈ ടു ഈറ്റ്. ദെൻ അഗെയിൻ ആഫ്റ്റർ പ്രോട്ടീൻ നമുക്ക് ഒരുപാട് ഇൻഡൈജഷൻ്റെ പ്രോബ്ലം ഒക്കെ ഫേസ് ചെയ്യാറുണ്ടായിരുന്നു. ദെൻ സാറുടെ വീഡിയോയിൽ തന്നെയാണ് കണ്ടത് ഇമ്പോർട്ടൻസ് ഓഫ് ഫൈബർ ഓൾസോ. അപ്പോൾ അതും സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഐ കുഡ് ഫീൽ ഹ്യൂജ് ഡിഫറൻസ്. ഐ ഫീൽ മോർ എനർജറ്റിക് നൗ കമ്പയർഡ് ടു previous timings and all. So thank you so much, doctor. It was very, very effective. Looking forward to hear more sessions. ഡോക്ടർ ഈ കോഴ്സിന് ചേർന്നതിൻ്റെ ഒരുപാട്
പിന്നെ എനിക്ക് ഗുണമായിട്ട് തോന്നി എൻ്റെ ശരീരത്ത് ഏറ്റവും വലിയ പ്രധാനമായിട്ട് എനിക്ക് തോന്നിയത് എൻ്റെ വയറിൻ്റെ കാര്യത്തിലാണ്. ഹലോ സാർ, ഞാൻ ഒരുപാട് കാലമായി 60 റേഞ്ചിൽ എൻ്റെ വെയിറ്റ് ഒരു 50ക്ക് കടക്കാൻ വേണ്ടിയിട്ട് കുറേതായി ട്രൈ ചെയ്യുന്നു. അപ്പം നോക്കുമ്പോൾ 59 ആയി എൻ്റെ വെയിറ്റ് കേട്ടാ. വെരി ഹാപ്പി, താങ്ക് യു. ഹാപ്പി ആയിട്ട് രാവിലെ എഴുന്നേൽക്കാൻ പറ്റുന്നുണ്ട്, എനർജി ലെവലുണ്ട്, നല്ലതുപോലെ ഉറങ്ങാൻ പറ്റുന്നുണ്ട്, നടക്കുമ്പോഴും സ്റ്റെപ്പ് കയറുമ്പോഴും കാലിൽ നല്ല സ്പീഡുണ്ട്. ഒരേ സമയം ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് ഗ്യാസ് പ്രോബ്ലമൊക്കെ മാറിയിട്ടുണ്ട്. വയറിനിപ്പം നല്ല സുഖവുമാണ്. ഇതൊക്കെയാണ് എൻ്റെ ശരീരത്തിൽ എനിക്ക് വന്ന മാറ്റങ്ങൾ. മനസ്സിന് നല്ല സന്തോഷവുമുണ്ട്. ഹാപ്പിയാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. ഫോളോ ചെയ്യുന്നതുകൊണ്ട് സന്തോഷവും സമാധാനമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ തന്നെ ഒരു കോൺഫിഡൻറ്റ് ആവുകയാണല്ലോ. നമുക്കൊരു കോൺഫിഡൻസ് കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മെൻ്റൽ സ്റ്റാറ്റസ് ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഇത് വളരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. കോഴ്സിൽ ജോയിൻ ചെയ്തതിന് വളരെ ഫലപ്രദമായ ഒരു കാര്യമായിട്ടാണ് കാണുന്നത്. നല്ലൊരു തീരുമാനമായിട്ടാണ് എനിക്കതിനെ കാണാൻ പറ്റുന്നത്. ബോഡി ലൈറ്റായ പോലെ തോന്നുന്നുണ്ട്, പിന്നെ ചെറുതായിട്ട് ഇഞ്ച് ലോസും തോന്നുന്നുണ്ട്. ഇത് ശരിക്കും എനിക്ക് ഒരു വീഡിയോയിൽ പറഞ്ഞങ്ങ് പോയാൽ മതി, പക്ഷേ കൂടെ നിന്ന് നിങ്ങളെ ചെയ്യിപ്പിക്കുകയും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ഒരു 5 മെത്തേഡ് സ്റ്റാഫിനെ ഇരുത്തി ചെയ്യിപ്പിക്കുന്നത്. അത്രമാത്രം ആത്മാർത്ഥമായിട്ടാണ് അവർ ചെയ്യുന്നത്. അതിനുവേണ്ടി ശരിക്കും അവരെ കൺഗ്രാജുലേറ്റ് ചെയ്തേ പറ്റുള്ളൂ. കാരണം എൻ്റെ ഒരു 80% ലോഡും അവരാണ് എടുക്കുന്നത്. എല്ലാ കാര്യങ്ങളും സോർട്ട് ചെയ്ത് എൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നാലും ഒത്തിരി കാര്യങ്ങളാണ് അവരെനിക്ക് വേണ്ടി ചെയ്തു തരുന്നത്. ഇതിൻ്റെ ബുക്ക് ഉടനെ അവൈലബിൾ ആണ്. ഞാൻ ആദ്യം ഇംഗ്ലീഷിലാണ് ഈ ബുക്ക് എഴുതിയിരിക്കുന്നത്. ഞാനും എൻ്റെ വൈഫും കൂടെയാണ് എഴുതിയത്. 2 ബുക്ക് വരുന്നുണ്ട്. ഇംഗ്ലീഷ് ബുക്ക് ആയിരിക്കും ആദ്യം വരുന്നത്, അതിനുശേഷം മലയാളം ബുക്ക് വരുന്നതായിരിക്കും. ബുക്കിന് താല്പര്യം ഉണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾ ഈ ഒരു പറഞ്ഞ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഉറപ്പായിട്ടും നമ്മൾ വരുന്ന സമയത്ത് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ കൊളസ്ട്രോളിൻ്റെ റിപ്പോർട്ട് കിട്ടുന്ന സമയത്ത് ആദ്യം നോക്കേണ്ടതെന്നാണ് ട്രൈഗ്ലിസറിഡ് നോക്കുക. ട്രൈഗ്ലിസറിൻ്റെ കൂടെ HDL നോക്കുക. ഇത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പം 180ഉം 45ഉം ആണെങ്കിൽ 180 ഡിവൈഡ് ബൈ 45 എന്ന് പറഞ്ഞാൽ ഏകദേശം 4 അടുപ്പിച്ചായി അല്ലേ. അപ്പോൾ 2ന്റെ താഴെയാണെങ്കിൽ സൂപ്പർ മെറ്റബോളിക് ഹെൽത്ത് ആണ്. 2 മുതൽ 3 ആണെങ്കിൽ കുഴപ്പമില്ല. 3 മുതൽ 4 ആണെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് തുടങ്ങാറായിട്ടുണ്ടെന്നുള്ളതാണ്. 4ന്റെ മുകളിലാണെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് എത്തിക്കഴിഞ്ഞു. ഈ പറഞ്ഞ അസുഖങ്ങളെല്ലാം നിങ്ങളുടെ ശരീരത്തിലോട്ട് വരാനായിട്ട് പോവാണ്. 6ന്റെ മുകളിലാണെങ്കിൽ ഈവൻ ഹാർട്ട് പ്രോബ്ലംസ് വരെ വരാം. അപ്പോൾ അതുവരെ എത്തരുത് ഒരു കാരണവശാലും. അപ്പോൾ നിർബന്ധമായിട്ടും ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞ എഫക്റ്റീവ് ടിപ്സും ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പല ആളുകൾക്കും അറിയാത്തൊരു കാര്യമാണ് ഞാനിന്ന് ഡിസ്കസ് ചെയ്തത്.